അല്ല, ഓംചേരി സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു നാടകൃത്ത് എന്നുള്ളതിലും ഉപരി ഒരു വല്ലാത്തൊരു മനുഷ്യസ്നേഹി, അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂ. കാരണം ഏതൊരു പ്രശ്നത്തിലും ആദ്യം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കൃത്യമായൊരു തീരുമാനം, അത് പ്രായഭേദമന്യേ ആരോടും എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റുന്ന അങ്ങനെ ഒരാൾ ഡൽഹിയിൽ ഇതിനു മുമ്പും ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുമില്ല. കാരണം അത്രയും പറഞ്ഞല്ലോ, എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റുന്നൊരു മനസ്സ്. ഇതിപ്പം സാറായിരുന്നാലും സാറിൻ്റെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മാഡം വൈഫായിരുന്ന ലീല മാഡം, അവരും വീട്ടിൽ വന്ന് ആദ്യം ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇവിടെ. നമ്മുടെ പേരല്ല അവർ ചോദിക്കുന്നത്, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ളവർ വളരെ ചുരുക്കമായിരിക്കും. അതാണ് സാറിനെ കുറിച്ചുള്ള എപ്പോഴും ഉള്ള ഓർമ്മ. എന്ത് കാര്യം പറഞ്ഞാലും സാറിന് നോ ഇല്ല. സാറ് പ്രത്യേകിച്ച് നാടകത്തിൻ്റെ കാര്യം, അത് ആർക്കെങ്കിലും ജോലി വേണ്ട കാര്യമായാലും ശരി, ഇനിയിപ്പം ഏതെങ്കിലും കുട്ടികൾക്ക് ഉപരിപഠനത്തിന് പോകാൻ വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു അറിയാം ആ കുട്ടി നാടകമായിട്ട് ബന്ധപ്പെട്ടവരോട്ട് അത്രയും സന്തോഷത്തോടെ അവരെ വീട്ടിലായാലും ശരി, അദ്ദേഹം ഓഫീസിൽ ഭാരതീയ വിദ്യാഭവനിൽ വർക്ക് ചെയ്യുന്ന സമയത്തും ആരൊന്നുമില്ല, നാടകം കളിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നാടകം മാത്രമല്ല, ഏതായാലും അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു മനസ്സുള്ളൊരു, ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും അറിയുന്ന സാറെന്ന് പറയുന്നത് സാറ് ഒരു എഴുത്തുകാരൻ അങ്ങനെയൊക്കെ. പക്ഷേ ഇത്രയും നല്ലൊരു മനുഷ്യ സ്നേഹി ഡൽഹിയിലില്ല, അതാണ് സത്യം. അത്രയേ ഉള്ളൂ.